ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ലക്നൗ റെയിൽവേ സ്റ്റേഷൻ. 300. कौन सा गाड़ी आपका? ऑटो. 300. ഓട്ടോക്കാരൻ ആദ്യം എന്നോട് വന്നിട്ട് 300 രൂപ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ഊബറിൽ നോക്കിയപ്പോൾ 160 രൂപയുള്ളൂ. അപ്പോൾ കാണിച്ചു കൊടുത്തു, അവനെ ഫോണിൽ കാണിച്ചപ്പോൾ ഓക്കെ അത് തന്നാൽ മതി. അങ്ങനെ ഓട്ടോയ്ക്കകത്ത് കയറി കേട്ടോ. ഇനി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇവനുമായിട്ട് അടിയായിട്ടു. അടിയല്ല, 160 ഒക്കെ പറഞ്ഞ മറ്റാനെ പറഞ്ഞു വണ്ടി കയറ്റി. എന്നിട്ട് ഇവൻ പകുതിന്ന് ചോദിക്കുകയാണ് എത്രയാന്നൊക്കെ. आप इधर ही छोड़िए मुझे, मैं दूसरा गाड़ी पकड़ेगा. ആണ് കേട്ടോ ഇപ്പൊ നിലവിലുള്ള ഓട്ടോക്കാർ ഇവിടുത്തെ. ഇവരെന്നിട്ട് പറയുന്നത് कितना बोला आप? 250. 250 नहीं चलेगा. फिर भैया उतना ही आ जाएगा आपका. वर्ष से ज्यादा आएगा. 60 रुपए टोकन देंगे उतना ही आ जाएगा. इसमें दिखा रहे हैं ना वो ऊबर में 137 190 सही है, लेकिन मुझे डिस्काउंट है. टोकन दोनों में दिखाएगा. टोकन आपको क्या टोकन के बारे में बोल रहे हैं आप? क्या टोकन है? देगा. बात करो उधर. 200 देगा. जाओ ले जाओ. आओ इधर आओ. 150 160 160 160 200 160. मतलब है इसमें 137 दिखा रहे. 160 नहीं. टोकन से आपसे नहीं मतलब. टोकन वो देगा. टोकन से नहीं मतलब है. किधर का टोकन? यहाँ का जो यात्री शुल्क लगता है पार्किंग, वो देगा. पार्किंग नहीं चाहिए, मुझे उधर छोड़ने का. पार्किंग नहीं चाहिए मुझे उधर ड्रॉप करने का है भाई. सही में पार्किंग क्यों दे रहे हैं आपको? कर रहे हो ऊबर कर रहे हो, वो यहाँ आएगी तो आपको देना पड़ेगा. इसके मतलब ये ना क्या अच्छा बैठो. कितना रुपया? नहीं आप नहीं बोले कितना रुपया. कितना बोलो तुम बैठो बताए कितना रुपया बोलो. हाँ बैठेगा भाई. कितना रुपया बोलो. कितना रुपया भाई बोलो. देखो उसका आएगा. टोकन भी कटेगा. तुम ही देगा. वो सब छोड़ो, आप पार्किंग वहाँ देगा. मैं आपको कितना रुपया देना पड़ेगा? 300. नहीं क्या यार. अरे नहीं 300. अरे तुम 200 देना. 200. अरे सवारी बैठाएगा, हम किसी में बैठाएगा ना. तुम्ही को अकेले लेके चलेगा यहाँ से. वो भी आगे गाड़ी घूम के जाएगा. ये रूल भी बंद है. हाँ बंद है. जा रहे यार, पैसा उसको देना है. ले जा. नहीं कितना बोला? कितना यार कितना बोला कितना बोला आप लोग का नाम बोलिए. हमारा नाम ब्रजेश कुमार है. താങ്ക് യു ഭായ്. താങ്ക് യു എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ ഇവന്മാർ ഇവിടെ കിടന്നിട്ട് വൻ അടിയായിരുന്നു കേട്ടോ. വൻ അടി മീൻസ് കൊത്തിക്കൊണ്ട് പോകണം. കിട്ടുന്ന ട്രിപ്പ് അവർക്ക് വേണം താനും. റേറ്റ് നോക്കിയിട്ടൊക്കെ കുറച്ചൊക്കെയാണ് പറഞ്ഞു. 300 ആദ്യം പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു. ഊബറിലാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 190 190 ഉണ്ട്. പിന്നെ എനിക്ക് ഡിസ്കൗണ്ട് കൂടി 137 രൂപ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും പറയണ്ട. അവന്മാരായിട്ട് പറയാൻ നേരം തമാശ കേട്ടോ. ആൾക്കാരൊക്കെ രസമാണ്. റോങ് ഒന്നും ഇല്ല, നല്ല അടിപൊളിയാ സംസാരമൊക്കെ. അങ്ങനെ അവർ തന്നെ ലാസ്റ്റ് പറഞ്ഞു ഭായ് ദേക്കോ ഇതർ മെട്രോ ഹേ ഉസ്മേ ജാവോ 30 റുപ്പീസ്. അവർ തന്നെ പറഞ്ഞു തരാണ് കേട്ടോ. മെട്രോയിൽ പോയിക്കോ 30 രൂപ ഉള്ളതാണ്. അവർ തന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെ പിന്നെ രസമാക്കിയിട്ടോ. ഞാൻ അവിടെ നേരെ മെട്രോയിൽ കയറാമെന്ന് ചോദിച്ചു. കിടില മെട്രോ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ എന്നിട്ട് വെറുതെ അവരുമായിട്ട് കിടന്നിട്ട് പക്ഷെ രസമായിരുന്നു കേട്ടോ ഭായിമാര്. ഇവിടുത്തെ മെട്രോ ഇങ്ങനെയാ കേട്ടോ. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ലേ. ജിപേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൗണ്ടർ ആട്ടോ. ആ കൗണ്ടറിലൊക്കെ ക്യാഷ് എടുക്കാം. ഇവിടെ ജിപേക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൗണ്ടർ ഉണ്ട്. ഇവരുടെ സമൂസ കഴിക്കാനുള്ള തിരക്കിലാണ്. 30 റുപ്യ ആണോ? ഇതാട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. ഇതെന്ത് ടിക്കറ്റ്? ഇത് ചുമ്മാ ചില്ലറ കാർഡൊന്നുമല്ല കേട്ടോ. അതിൽ സെൻസറൊക്കെ ഉണ്ട് ഗൈസ്. അത് തുറന്നു കണ്ടോ ഇത് കാണിച്ചപ്പോൾ. ലക്നൗ എയർപോർട്ടിലേക്ക് നമുക്ക് ഈ മെട്രോന്റെ ടിക്കറ്റിന് 30 രൂപ ആയുള്ളൂ കേട്ടോ. ആ ഓട്ടോക്കാർ അങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞേ 30 റുപ്യ ആയേഗാ. ഇസ്മൈ ജാവോന്ന്. കിടിലം വ്യൂ ആട്ടോ ഇവിടെ വന്നപ്പോൾ. സൂര്യൻ അസ്തമിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനും ഈ മെട്രോയൊക്കെ ഉള്ള ഈ സ്ഥലത്തിന്റെ പേര് ചാർബാഗ് എന്നാണ് കേട്ടോ. അങ്ങനെ നമുക്കുള്ള മെട്രോ വന്നു കേട്ടോ. 1 2 3 4 5 6 7 8 സ്റ്റേഷൻ. നമ്മൾ എയർപോർട്ടിന്റെ അവിടുത്തെ സ്റ്റോപ്പിൽ എത്താനായിട്ട് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ എയർപോർട്ട്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ ഒക്കെ പേര് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കൂട്ടോ ഗൈസ്. ഒരുപാട് സ്ഥലങ്ങളുടെ പേരുണ്ട്. ആൾക്കാർ തീരെ കുറവാട്ടോ. എയർപോർട്ടിലേക്കുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് എയർപോർട്ടിലേക്കുള്ള സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി ഗൈസ്. പറയില്ലെന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷെ അത് അറിയാതെ വന്നു പോകുന്നത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാട്ടോ കേട്ടോ ഗൈസ്.
അങ്ങനെ ഈ ഈ മെട്രോയാണ് കേസ് നമ്മൾ വന്ന മെട്രോ. നമുക്കിനി എയർപോർട്ടിലേക്ക് ഇച്ചിരി നടക്കാനുണ്ടാവും, എന്താ സ്ഥിതി അറിയില്ല, നോക്കാം. മേളിലേക്കാണ് കേട്ടോ പോകണ്ടേ. जी किधर इसमें ഓ എനിക്കൊരു കുന്തം അറിയത്തില്ല, ഞാനിവിടെ വെച്ചോണ്ട് കേട്ടോ. ഇത് തുറക്കൂല, നമുക്ക് ഇതിൽ ഇടുക വേണ്ട കേട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഉണ്ടോ അതിൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തുറക്കും. ഓരോരോ രസങ്ങളാണ്, ഇതൊക്കെ പഠിക്കല്ലേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ എത്തുക. ആക്കിയാൽ എയർപോർട്ട് ഇത് എയർപോർട്ടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ആട്ടോ എത്തുക. 2 സ്റ്റെപ്പ് അങ്ങ് നടന്നാൽ മതി. ഇത് മെട്രോ, ഇത് എയർപോർട്ട്. ലക്നൗ ആണ് കേട്ടോ. ഇതാണ് ലക്നൗ എയർപോർട്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുതാണ്, വലിയ എയർപോർട്ട് തന്നെയാണ്. ലക്നൗ അത്ര ചെറിയ സ്ഥലം അല്ലല്ലോ അല്ലേ. അപ്പോൾ ലക്നൗ കാണാൻ കഴിഞ്ഞില്ല. ലക്നൗവിലെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം വന്ന് കാണണം. നമുക്ക് ഏകദേശം 10:30-ഒക്കെയാണ് ഫ്ലൈറ്റ്. പക്ഷെ വന്നിട്ട് ഇതിൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് സെറ്റാക്കണം. നേരത്തെ ഉള്ളിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഐ ലവ് ലക്നൗ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ പോയിന്റ് ആണ്. ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പുറത്തേക്ക് പോകണം കേട്ടോ. എന്തെങ്കിലും കടകളൊക്കെ കിട്ടാനായിട്ട്, റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒക്കെ. റിസ്ക് എടുക്കുന്നില്ല കേസ്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ കയറി സുഖമായിട്ടിരിക്കാം. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. നമ്മുടെ ബാഗ് അതാ പോകുന്നു. ചെറിയ ബാഗ് തോളത്തുണ്ട് കേട്ടോ. നാം ബോലി ആപ്കാ? സ്വപ്നിൽ. സ്വപ്നിൽ മുംബൈക്കാരനാണ് കേട്ടോ. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബൈ ബൈ ബൈ. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം 10:30 വരേണ്ട 10:30 വണ്ടി കേട്ടോ. 11:30 എടുക്കുക. 1 മണിക്കൂർ ലേറ്റാണ്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകട്ടെ ഗൈസ്. 1 മണിക്കൂർ ലേറ്റാണ് ഫ്ലൈറ്റ്. 7 മണിക്കൂടെ വന്ന ഞാനാണ്. ഇപ്പോൾ സമയം 10:30 ആയി. 10:30 എടുക്കേണ്ട ഫ്ലൈറ്റാണ്, പക്ഷെ 11:30 എടുക്കുള്ളൂ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്കാണ് കേട്ടോ. മറ്റേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ പോലെ ബസ് കയറി പോകുന്നു വേണ്ട. ഇതാ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. 3ാമത്തെ തവണ. അങ്ങനെ 1:45 ആയിട്ടോ. സമയം 1:45 നമ്മളിവിടെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഇറങ്ങി. ഇനിയും പോയിട്ട് ലഗേജ് കളക്ട് ചെയ്യാം കേട്ടോ. വലിയ ബാഗ് ലഗേജിലാണ് വിട്ടത്. കിട്ടുമോ എന്ന് ആർക്കറിയാം. ടാഗൊക്കെ ചെയ്ത് കറക്റ്റായിട്ടാണ് കൊടുത്തത്. ഒക്കെ പഠിച്ച്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് ബാഗേജ് കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടി. പക്ഷെ അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിനിയും തിരിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ നമ്മ ഊർക്ക് പോകേണ്ട ബസ്. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം 14, 15, 16 ദിവസമായി ബാംഗ്ലൂരിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തി. ഇനി അടുത്തതായിട്ട് വരുന്നത് ബാംഗ്ലൂർ കാഴ്ചകളാണ്. അയോധ്യേൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക ഗൈസ്. ഇനി അടിപൊളി വീഡിയോസായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ടയേർഡാണ് ഗൈസ്. ഗുഡ് നൈറ്റ്.